നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗോദി മീഡിയകൾ ആകെ പരിഭ്രാന്തിയിലും അസ്വസ്ഥതയിലുമാണ്. ഉത്തർപ്രദേശിൽ അടച്ചിട്ട മുറിയിൽ അഖിലേഷ് യാദവും യു.പിയിലെ കോൺഗ്രസ് അധ്യക്ഷനും തമ്മിൽ മണിക്കൂറുകളോളം ചർച്ച നടത്തി സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലെന്ന് പറഞ്ഞ് അതിനെ വക്രിച്ച് കാണിക്കാനും അതിനെ ദുഷ്ടലാക്കോടെ കാണിക്കാനും, അതായത് കോൺഗ്രസ് നേതൃത്വം ഭീഷണിപ്പെടുത്തുകയാണ് അഖിലേഷ് യാദവിനെ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പടർത്താനുമാണ് യു.പിയിൽ ഇപ്പോൾ ഗോദി മീഡിയകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹിന്ദിയിലെ പ്രമുഖ ചാനലുകളെയും അതുപോലെ തന്നെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കൻ ടിവിയെയും ഒക്കെ കൃത്യമായി BJP ഫണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അവർ നരേന്ദ്രമോദി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ശതമാനമെങ്കിലും കുറച്ചുകൂടി അധികം നൽകി ഇമ്പാക്റ്റ് ഉണ്ടാക്കി തെറ്റിദ്ധാരണ പടർത്തി ഈ രാജ്യത്ത് കാലാകാലങ്ങളോളം സംഘപരിവാറിനെ വാഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. യഥാർത്ഥ പത്രധർമ്മമൊക്കെ എന്നേ മറന്നുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം എങ്ങനെ വിഭജിച്ചാലും വേണ്ടില്ല, ഈ രാജ്യത്തെ സംഘപരിവാർ എന്തൊക്കെ രീതിയിലുള്ള വേഷം കെട്ടൽ നടത്തിയാലും വേണ്ടില്ല, അവർക്ക് അവരുടെ കാര്യം നടക്കണം, അവർക്ക് സ്പോൺസേഴ്സിനെ കിട്ടണം, അവർക്ക് പരമാവധി ഫണ്ടിങ് കിട്ടണം, അവർക്ക് അതിനപ്പുറത്തേക്ക് യാതൊന്നും ചിന്തിക്കാനില്ല. താൽക്കാലികമായി അവരുടെ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പവും കൂടാതെ നടന്നു പോകണം. ഇതാണ് അർണബ് ഗോസ്വാമിമാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അതായത് യു.പിയിലെ തിരിച്ചടിയോടെ BJPയുടെ പതനം തുടങ്ങും എന്ന് തന്നെയാണ് കൃത്യമായും അഖിലേഷ് യാദവ് പറയുന്നത്. 2027 BJPയുടെ ഡൗൺഫോൾ ആയിരിക്കും. അതിൻ്റെ തനിയാവർത്തനം ഗുജറാത്തിലും അതുപോലെ തന്നെ പിന്നീട് നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവർ സാക്ഷ്യം വഹിക്കുമെന്നും അതിൻ്റെ തുടക്കം ഞങ്ങളിലൂടെ ആയിരിക്കും. സമാജ്വാദി പാർട്ടിയുടെ തേരോട്ടം 2027 തുടങ്ങുന്നതോടുകൂടി BJPയുടെ സർവാധികാരം അവസാനിക്കുമെന്നുമാണ് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് അംബേദ്കറാണ്, നരേന്ദ്രമോദിയല്ല. ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഭേദഗതി നടത്തേണ്ടതിൻ്റെ ആവശ്യമായ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം പോലും ഇല്ലാതെ പാർലമെന്റിൽ സർക്കസ് കാണിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ രാജിയിലേക്ക് പോകുന്ന കാര്യങ്ങളിലേക്കാണ് വഴി നീക്കുന്നത്. നിതിൻ ഗഡ്കരിയോടൊപ്പം അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമനെയും രാജിവെപ്പിക്കണമെന്ന് BJPയിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. BJPയിൽ മെനയുള്ള ഏതെങ്കിലും ഒരാളുണ്ടോ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു തെറ്റുകൂടാതെ നടത്താൻ? ഇല്ല. മെനക്കെട്ടിരുന്ന് ഫയൽ പഠിക്കുന്ന ഒരാൾ പോലും BJPയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നിർമ്മല സീതാരാമൻ രാജ്ഞി രാമാനം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നതല്ലാതെ അവർ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനും ഈ രാജ്യത്ത് ശ്രമിച്ചിട്ടില്ല. ചെയ്തതോ ധനകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ, പബ്ലിക് സെക്ടറുകൾ മുഴുവൻ ഒരു മടിയും കൂടാതെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലച്ചു. അത് മോദിയുടെ സമ്പ്രദായമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അഖിലേഷിൻ്റെ തിരിച്ചുവരവ് ഈ ദേശീയ പോരാട്ടത്തിൽ ഒരു വലിയ ഊന്നുവടിയായിരിക്കും. അതോടുകൂടി വിഭജിക്കണം, അതല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കണം എന്നുള്ള അവരുടെ സ്ഥിരം പല്ലവി അവസാനിച്ച് കിട്ടും.